പെട്ടെന്ന് കണ്ണു നിറയാറുണ്ടോ? ഒരു സിനിമയിലെ സങ്കടം വരുന്ന സീൻ കണ്ടാലോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി സംസാരിച്ചാലോ നിന്റെ കണ്ണറിയാതെ നിറഞ്ഞു വരാറുണ്ടോ? എന്താ എനിക്കിങ്ങനെയെന്ന് നീ പലപ്പോഴും സ്വയം ചോദിച്ചിട്ടുണ്ടാകും. സത്യം പറഞ്ഞാൽ ഇത് നിന്റെ കുഴപ്പമൊന്നും അല്ല കേട്ടോ. സൈക്കോളജി ഇതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ഇതൊരു വീക്ക്നെസ് അല്ല, മറിച്ച് നിന്റെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേക കരുത്താണ്. പെട്ടെന്ന് കലയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവരാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത് ഇമോഷണൽ സെൻസിറ്റിവിറ്റി. സൈക്കോളജിയിൽ ഇതിനെ ഹൈറ്റൻഡ് ഇമോഷണൽ സെൻസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നു. അതായത് മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ വികാരങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ് നിന്റെ ബ്രെയിനിനുണ്ട്. ഒരു സാധാരണക്കാരൻ ഫീൽ ചെയ്യുന്നതിനേക്കാൾ 10 ഇരട്ടി ആഴത്തിലാണ് നീ ഓരോ കാര്യങ്ങളും അനുഭവിക്കുന്നത്. ഇത് നിന്നെ ദുർബലനാക്കുകയല്ല, മറിച്ച് നിന്നെ ഒരു യഥാർത്ഥ മനുഷ്യനാക്കുകയാണ് ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യം സയൻസ് ഒരുപക്ഷെ നീ പ്രതീക്ഷിക്കാത്ത ഒന്നായിരിക്കും. രണ്ടാമത്തത് എംപത്തി ഓവർലോഡ്. മറ്റൊരാളുടെ വേദന സ്വന്തം വേദനയായി കാണുന്നതിനെയാണ് നമ്മൾ എംപത്തി എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ പെട്ടെന്ന് കരയുന്ന ആളുകളിൽ മിറർ ന്യൂറോൺസ് വളരെ ആക്റ്റീവാണെന്ന് റിസർച്ചുകൾ പറയുന്നു. ഒരാളുടെ സങ്കടം കാണുമ്പോൾ നിന്റെ ഉള്ളിലും ആ വേദന അനുഭവപ്പെടാൻ കാരണം ഈ ന്യൂറോണുകളാണ്. അതുകൊണ്ടാണ് ഒരു അപരിചിതൻ കരഞ്ഞാൽ പോലും നിന്റെ കണ്ണ് നിറയുന്നത്. നീ വെറുതെ അഭിനയിക്കുന്നതല്ല, നിന്റെ ഉള്ളിൽ അത്രയും സ്നേഹവും കരുണയും ഉള്ളതുകൊണ്ടാണ്. ഈ പോയിന്റ് കേട്ടാൽ നീ ശരിക്കും ഞെട്ടും. മൂന്നാമത്തത് എമോഷണൽ ഇൻ്റലിജൻസ്. പഠനങ്ങൾ പറയുന്നത് പെട്ടെന്ന് കരയുന്ന ആളുകൾക്ക് എമോഷണൽ ഇൻ്റലിജൻസ് കൂടുതലാണെന്നാണ്. സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും മറ്റുള്ളവരെ വിശ്വസ്തയോടെ കൂടെ നിർത്താനും സാധിക്കും. കാരണം ഇവർക്ക് മറ്റുള്ളവരെ ആത്മാർത്ഥമായി കെയർ ചെയ്യാൻ അറിയാം. നാലാമത്തത് സ്ട്രെസ് റിലീസ്. കരയുന്നതൊരു വീക്ക്നെസ് അല്ല, മറിച്ച് നിന്റെ ബോഡിയിലെ സ്ട്രെസ് പുറത്തു കളയാനുള്ള ഒരു നാച്ചുറൽ വഴിയാണ്. സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കണ്ണുനീരിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അതായത് വികാരങ്ങൾ ഉള്ളിൽ അമർത്തി വയ്ക്കാതെ പുറത്തു വിടുന്നതുകൊണ്ട് മാനസികമായും ശാരീരികമായും നീ കൂടുതൽ ഹെൽത്തി ആയിരിക്കും. അഞ്ചാമത്തത് ഓഥന്റിസിറ്റി. പെട്ടെന്ന് കരയുന്ന ആളുകൾ വല്ലാത്തൊരു ആത്മാർത്ഥതയുള്ളവരായിരിക്കും. അവർ വികാരങ്ങൾ ഒളിച്ചു വയ്ക്കാറില്ല. ഉള്ളിൽ തോന്നുന്നത് അവർ എക്സ്പ്രസ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യാൻ വലിയൊരു ധൈര്യം വേണം. അതുകൊണ്ട് ഇതൊരിക്കലും ഒരു വീക്ക്നെസ് അല്ല, മറിച്ച് നിന്റെ വലിയൊരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഇനി കണ്ണു നിറയുമ്പോൾ നീ വീക്കാണെന്ന് ഒരിക്കലും കരുതരുത്. നീ കാര്യങ്ങളെ അത്രയും ആഴത്തിൽ ഫീൽ ചെയ്യുന്നു എന്നതിൻ്റെ അടയാളമാണത്. ഈ ലോകത്തിന് നിന്നെപ്പോലെയുള്ള മനുഷ്യരെയാണ് ശരിക്കും ആവശ്യം.